ഇനി കൂലിപ്പണിക്ക് പോകണ 1000 രൂപ പുള്ളിക്ക് കിട്ടും. ഇപ്പൊ ഞങ്ങളിപ്പോ എന്നാ ചെയ്യുമെന്നുള്ളതാണ്. ഒരു തരത്തിലും പറ്റത്തില്ല. പിണറായി സർക്കാരായിരുന്നു നല്ലത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ വാക്കുകളാണ്. ഇത് ആരും കമ്മ്യൂണിസ്റ്റിലുള്ള ആളുകളോ അല്ലെ DYFIയിലുള്ള ആളുകളോ CITയിലുള്ള ആളുകളോ ആണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകാൻ വരണ്ട. അവരൊക്കെ നല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അതായത് ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വെയിലും മഴയും ഒക്കെ കൊണ്ടുകൊണ്ടും അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളാണെന്ന് സാരം. അല്ലാതെ കതറും ഒക്കെ ഇട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും ആളുകളുടെ ചോറിൽ മണ്ണ് വാരിയിടാനും നടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ ചെറ്റകളല്ല എന്ന് സാരം. അപ്പം അങ്ങനെ ഈ ആളുകൾ പറയുകയാണ് പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, അദ്ദേഹമായിരുന്നു ശരി. കാരണം നമ്മുടെ ബസ്സിൻ്റെ മുതലാളിക്ക് ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഒരു 1000 രൂപ ഒരു ദിവസം കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളും അതേപോലെ തന്നെ കൂലിപ്പണിക്ക് പോകണോ? വർഷങ്ങളോളം ഞങ്ങൾ ഈ ബസ് എന്ന് പറയുന്ന ഒരു മേഖല, സ്വകാര്യ ബസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതിൻ്റെ ഡ്രൈവറായിട്ടും ക്ലീനറായിട്ടും കണ്ടക്ടറായിട്ടും ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇന്നിപ്പം ഞങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരു സർക്കാർ, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവും എടുക്കാതെ, അതിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും തീരുമാനമെടുക്കാത്ത ഒരു സർക്കാർ. ഈ നെറികെട്ട രാഷ്ട്രീയത്തിൽ വെറും 2 മാസങ്ങൾ കൊണ്ട് തന്നെ ആ ജനങ്ങൾ തന്നെ, അതായത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ പറയുകയാണ് പിണറായി തന്നെയായിരുന്നു ശരിയെന്നുള്ളത്. ഇത് ബുദ്ധിയുള്ള ജനങ്ങൾ കുറേ പേര് മുൻപേ പറഞ്ഞു തുടങ്ങി. എന്നാലും ബുദ്ധിയില്ലാത്ത കുറേ അടിമകൾ ഇപ്പോഴും വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്ന പിണറായി ആയിരുന്നു ശശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കണ്ടാലും കുറ്റം കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ മോനെ അതിനെ സമയം കാണുകയുള്ളൂ. നമ്മൾ നേരിനൊപ്പം നിൽക്കാനായിട്ട് ഒന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൺമുൻപിൽ കാണുന്ന എല്ലാം ഏത് നെറുകേടുണ്ടോ അതെല്ലാം നമുക്ക് നേരെയാക്കാനായിട്ടുള്ളൊരു കഴിവും കാണും, അതിനെതിരെ പ്രതികരിക്കാനായിട്ടുള്ളൊരു മനസ്സും കാണും. എന്നാൽ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കിത് മതി. പിണറായി വിജയനെ കാണുന്നതേ ഒരു കലിപ്പാണ്, അല്ലെങ്കിൽ ചതുർത്ഥിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാം കുറ്റമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ എല്ലാ ഭാഗവും ക്ലിയർ ആണല്ലോ, നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും വളരെ വ്യക്തമായിട്ടെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയും കണ്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ വയനാട്ടിൽ വീണ്ടും ഒരു ദുരന്തമുണ്ടായത്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്ന് പറയുന്നൊരു കാര്യം കെ മുരളീധരൻ മുൻപ് പറഞ്ഞ് നമുക്കറിയാം. ഇന്ന് അത് തന്നെ പ്രാവർത്തികമായിരിക്കുകയാണ്. എരണം കെട്ടവൻ എന്ന അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാണ് കോവിഡ്, നിപ്പ അതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളെല്ലാം. ഇതുവരെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ രോഗങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. ഷിഗല്ല, പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ കുറേ വിഷയങ്ങൾ. ഇന്നിപ്പോൾ ഇതാ വയനാട്ടിലെ ആ ദുരന്തവും ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന അടിമകളെ ഇന്ന് പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാനൊരു ഓപ്ഷൻ ഉണ്ട്. പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം അയാൾ വിടാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ആത്മസംതൃപ്തി നേടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഖം നേടാം. ഈ തോന്നിവാസങ്ങളൊക്കെ നിങ്ങളുടെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോയി അങ്ങ് അടിച്ചാൽ മതി. നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുമ്പോൾ ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ബുദ്ധിയുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് അറിയാം എന്താണ് ശരി, ഏതാണ് ശരി, എങ്ങനെയായിരുന്നു അത് നോക്കിയും കണ്ടും നമ്മുടെ മുൻപുണ്ടായിരുന്ന സർക്കാർ ചെയ്തിരുന്നെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തന്നെ പറയുകയാണ് പിണറായി വിജയൻ മതിയായിരുന്നു, അയാൾ തന്നെയായിരുന്നു ശരി. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ നോക്കിയും കണ്ട് ചെയ്തു തന്നിരുന്നതാണ്. ഒരല്ലലില്ലാതെ കുടുംബത്തെ നോക്കാൻ സാധിച്ചിരുന്ന ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്, അല്ല ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഒന്ന് കണ്ടുപോകാം. ബുദ്ധിമുട്ടല്ലേ, വണ്ടിയുടെ കാര്യം നടക്കത്തില്ല, ഞങ്ങൾക്ക് ശമ്പളമില്ല, നാളെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് ഓൾറെഡി ആളില്ല, എല്ലാവരും KSRTC കയറി മാറി എന്നല്ലേ പോകുന്നത്. നമുക്ക് അതിനുള്ള ആളില്ല, അതിനുള്ള മുതലാളിക്കും കിട്ടുന്നില്ല വരുമാനം. എന്നാ പറയാ, ഡീസലും കൂടുതൽ ഓടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതല്ല ഈ ബൈറൂട്ടിൽ നിന്ന് വല്ലതും കിട്ടിയെന്ന് പറയാം. അവിടുന്ന് കയറി മെയിൻ ഷോപ്പ് എന്ന് വെച്ചാൽ അവിടുന്ന് അവർ KSRTC കയറും. നമുക്കൊരൊന്നുമില്ല. അവർ 5 രൂപ ലാഭത്തിന് വേണ്ടി അവർ 13 രൂപ ടിക്കറ്റ് നമുക്ക് തന്നിട്ട് 5 രൂപ ലാഭത്തിന് വേണ്ടി അവർ പിന്നെ അതേ കയറും. തന്നെ ഇതൊക്കെ തന്നെയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ വരാത്ത അവസ്ഥയായി. മുതലാളി ഇനി കൂലിപ്പണിക്ക് പോകണ 1000 രൂപ പുള്ളിക്ക് കിട്ടും. ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ് ഇന്നത്തെ ചിരിക്കുന്ന മുഖ്യമന്ത്രി സംഘവും എന്നാണ് ആ ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. ഇനി നിങ്ങൾ മുദ്ര കുത്താൻ പോകുന്നത് ഈ ബസ്സിലെ എല്ലാ ജീവനക്കാരും പിണറായി ഭക്തരാണ്, അല്ലെ പിണറായി വിജയനോട് വലിയ സ്നേഹമുള്ള ആളുകളാണെന്നായിരിക്കും. എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നതിലും ഒരു വസ്തുതയില്ലേ?
നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി, വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്നൊരു ദുരന്തം പോലെ തന്നെയല്ല ഈ ഒരു കാര്യവും. അത് നമ്മുടെ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന ബന്ധുക്കൾ, ഒരുപാട് പേര് ബസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ, സ്വകാര്യ ബസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കാണും. ഇവരൊക്കെയും കുടുംബം പോറ്റാനായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായത്, ഇതിനെല്ലാം ഒരു പണി ഒപ്പിച്ചു കൊടുത്തത് നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ രീതിയിൽ ചിരി പോരെ, ചിരി മാത്രം മതിയല്ലോ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്. ആ ചിരിയുടെ ഫലമായിട്ട് ചിരി കണ്ടുകൊണ്ട് പുറകെ പോയതുകൊണ്ട് കിട്ടിയ 8ൻ്റെ പണി പാടപടലം മൂഞ്ചി നമുക്ക് പറയാം. മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മൾ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ സതീശൻ്റെ ചിരി നല്ല ചിരിയൊന്നുമല്ല, കഴുത്തറക്കാനുള്ള ചിരിയാണെന്നും നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. ഇനിയിപ്പം പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നൊരു കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ധന വില വർധനവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും ഒന്നുമില്ല. അവിടെയും ചിരി മാത്രം. വയനാട്ടിൽ ആ ദുരന്തമുണ്ടായപ്പോഴും അവിടെയും ചിരി മാത്രം. ചിരിച്ച് തൻ്റെ വ്യക്തിത്വം എന്താണെന്നും താൻ എന്താണെന്നും മറന്നുപോയൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് KSRTC ബസ് പോകുന്ന സമയത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ കൂകി വിളിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതേപോലെ നാളെ ഇനിയും സ്വകാര്യ ബസ്സിൻ്റെ പണിമുടക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ കൂടെ കണ്ടുപോകാം. അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ, കൃത്യം പറഞ്ഞാൽ 2 മാസം ആകാൻ പോകുന്ന സമയത്ത് തന്നെ ജനങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ച മുതൽ എന്ന് വേണമെങ്കിലും നമുക്ക് VD സതീശനെ വിളിക്കാം. ഇങ്ങനെയൊക്കെ ഒരു വികസന മാറ്റം ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അങ്ങ് സന്തോഷത്തിലാക്കരുത് സതീശൻ സാറേ എന്ന് ഞങ്ങൾ വീണ്ടും എടുത്തു പറയുകയാണ്. എന്ത് ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നൊരു വാശിയും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാകണം എന്നൊരു തീരുമാനവും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നെറുകെട്ട പരിപാടി കാണിക്കാൻ നിൽക്കില്ലായിരുന്നു. ഒരു സൈഡ് നിങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ മറ്റൊരു സൈഡ് തകർന്നു പോകുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകണമായിരുന്നു. ഇത് രണ്ടുമില്ലാതെ, ഒരു കൃത്യമായിട്ടുള്ള വിഷൻ ഇല്ലാതെ, കൃത്യമായിട്ടുള്ളൊരു ദീർഘവീക്ഷണമില്ലാതെ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന, പാവങ്ങളുടെ വയറ്റിപ്പിഴപ്പ് ഇല്ലാതെയാക്കുന്ന ഈ ഒരു വൃത്തികെട്ട ഭരണം, നിങ്ങൾക്ക് വേണ്ടി പടക്കം പൊട്ടിച്ച, നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച ആളുകളെ തന്നെ പെരുവഴിയിൽ നിർത്തി ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൂകി വിളിക്കാനായിട്ട് നിങ്ങളൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വല്ലാത്ത CM തന്നെയാണ്, അല്ലെ നിങ്ങളൊരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. ഈ നെറുകെട്ട രാഷ്ട്രീയം ഇനിയും വേണം, ഇനിയും 5 കൊല്ലം കരയണമല്ലോ എന്ന വീഡിയോ ചെയ്യുമ്പോൾ നമ്മളടുത്ത് പറയും നിങ്ങൾ കരയുമല്ലേ 5 കൊല്ലം കരഞ്ഞോളാനെന്നൊക്കെ. എടാ മോനെ, ഞാനല്ല കരയുന്നത്, നിൻ്റെ അച്ഛനെയും നിൻ്റെ അമ്മയും അടങ്ങുന്ന കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പല പാവങ്ങളും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയണം, വയനാട്ടിലെ പാവം പിടിച്ച ജനങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി ചിരിയും മാത്രമാണ്. ചിരിക്കുന്നതിന് വന്ന് കുറച്ചു നേരം ചിരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചൊന്ന് സീരിയസ് ആവണം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കുറച്ച് കളിയൊക്കെ മാറ്റി നിർത്തി കുറച്ച് സീരിയസ് ആയി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പഠിക്കണം. നാണമില്ലാത്ത വർഗം.